അങ്ങനെ കാത്തിരുന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഈ ഒരു യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് ലക്ഷ്യോ. ഇവളാണ് ഇന്നത്തെ എൻ്റെ ട്രാവൽ പാർട്ണർ. സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നതിനുള്ള ഇൻസ്പിറേഷൻ കയറാൻ ചില ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. വേറൊന്നുമല്ല, കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര കാര്യങ്ങൾ. ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് പോയൊരു തോട്ടാണ്, വിച്ച് ഈസ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ എന്നോണം ഞാൻ ചെന്നപ്പെട്ടതാണ് ഗൂഗിൾ അമ്മച്ചിയുടെ കൈകളിൽ. പുള്ളിക്കാരത്തി പറഞ്ഞു തന്ന ആ ഒരു ഉത്തരത്തിനനുസരിച്ചാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന അനുമാനത്തിലേക്ക് ഞാൻ എത്തി. പിന്നീട് അങ്ങോട്ട് ഞാൻ സ്വിറ്റ്സർലൻഡിലെ ചില ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എന്തോ അതിലൊരു മാജിക്കലും അതുപോലെ തന്നെ ഭയങ്കര എൻചാൻറ്റഡും ആയിട്ടുള്ളൊരു സംഭവം അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ പേരിൽ അന്ന് തൊട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാഗ്രഹമായിരുന്നു ഈ സ്വിറ്റ്സർലൻഡ് യാത്ര. സോ അങ്ങനെയാണ് ഈ ഒരു സ്വിറ്റ്സർലൻഡ് യാത്ര എന്നെങ്കിലും ഭാവിയിൽ എനിക്ക് പോയാൽ കൊള്ളായിരുന്നു എന്നൊരാഗ്രഹം വരുന്നതും ഈ ഒരു സമയത്ത് ദൈവം സഹായിച്ച് എനിക്കതിന് പോകാൻ പറ്റുന്നതും. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ട്രിപ്പൊന്നുമല്ല കേട്ടോ, ഒരു ചർച്ചിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ഷാഫ് ഹൗസനിലും പിന്നെ വിൻഡോ ടൂർ എന്ന് പറയുന്ന പ്ലേസിലും പിന്നെ സൂറിഷ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോ ടൂറിൽ നിന്ന് ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതനുസരിച്ച് സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ളൊരു സാധാരണ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് മനസ്സിലായി. പിന്നെ അവിടുത്തെ ഡയലക്റ്റ്, ഇതിൻ്റെയൊക്കെ ആ ഒരു ഡിഫിക്കൽട്ടീസൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോയി കേട്ടോ. ലാംഗ്വേജിൻ്റെ കൺസ്ട്രെയിൻസ് എപ്പോഴും ഒരു ഷ്വരിഷ്കാറ്റം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇവിടെ താമസിക്കുന്നിടത്തോളം കാര്യം. എന്നാൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഡയലക്റ്റ് വെച്ച് ഞാനൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊട്ടും പറ്റുന്നുണ്ടായില്ല. ഒരു കുന്തോ മനസ്സിലാവുന്നില്ലടോ, അത് തന്നെ സത്യം. ഫസ്റ്റ് ഡേ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോൾ കുറച്ചൊക്കെ ഒരു എനർജി വെച്ച് എഴുന്നേച്ചു. അന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റും കേട്ടോ. ലോകത്തു നിന്നുള്ള പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിൽ നിന്നും യൂറോപ്പിലെ പല കൺട്രീസിൽ നിന്നും ഒരുപാട് പേര് ഈ ചർച്ചിലെ കൺവെൻഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ആയിരുന്നു ഓപ്പൺ എയർ മീറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് സ്യൂറിഷിലൊക്കെ പോയി ഒന്ന് കാണാനൊക്കെ പറ്റി. പിന്നെ 1-2 ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാനിലായിരുന്നു ഞങ്ങൾ ഈ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏറ്റവും മുമ്പിലിരുന്നിട്ട് നമുക്ക് അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ് നൽകാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഒരു പുള്ളിക്കാരത്തി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരത്തിയാണ് എസ്റ്റർ ആൻഡ് ഷീസ് ഫ്രം സ്വിറ്റ്സർലൻഡ്. അതുപോലെ ഇതാണ് ഒനിലി, പുള്ളിക്കാരത്തി ഇറ്റലിയിൽ നിന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസമേ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ഒരു ടൈമിലേക്ക് തന്നെ ഒരു ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. തേർഡ് ഡേ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പിരിയുന്നതിലൊരു ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സമയത്തേക്ക് തന്നെ എല്ലാവരും തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒന്നിനെയും തടയാനൊക്കില്ലല്ലോ. ഗുഡ് ബൈസ് ആർ ഓൾവേസ് ഹാർഡ്. എന്തായാലും അതൊക്കെ വെച്ചിട്ട് എല്ലാവരും പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരോടും യാത്രയും പാസ്സാക്കി ഞങ്ങൾ തിരിച്ച് ജർമ്മനിയിലേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം തിരിച്ച് അവരവരുടെ പ്ലേസിലേക്കും പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ കടന്നു പോയിട്ടുണ്ടായിരുന്നേ. സ്വിറ്റ്സർലൻഡ് കാണണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവസാനം അത് കണ്ടപ്പോൾ സത്യത്തിൽ ഇനിയും ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്ന് അതായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ hope you enjoyed this video. Thank you for watching and bye.